بسم الله الرحمن الرحيم فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിക്കൽ നമ്മിൽ നിന്ന് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമകളിൽ, സ്വർഗം നൽകുന്ന അടിമകളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. മരണസമയം വരെ ആഫിയത്തോടുകൂടി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്നലെ നമ്മൾ പാരായണം ചെയ്ത ആയത്തിൻ്റെ ബാക്കിയുള്ള ആയത്താണ് ഇത്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. അത് നമ്മൾ വിശദീകരിച്ചു. അടുത്ത ആയത്ത് ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീം വമൻ ദഖലഹു കാന ആമിന ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. ഇതാണ് അടുത്ത ആയത്ത്. ومن كفر فإن الله غني عن العالمين. ഈ ആയത്തിൻ്റെ ഒരു ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ഫീഹി ആയാത്തും ബയ്യിനാത്ത്. പരിശുദ്ധമായ കഅബക്കകത്തുണ്ട് ആയാത്തും ബയ്യിനാത്ത്, വളരെ വ്യക്തമായ കുറേ ദൃഷ്ടാന്തങ്ങളുണ്ട്. മക്കൻ്റെ ഒരുപാട് പേര് നമ്മൾ പറഞ്ഞു. മക്ക, ബക്ക, ബൈത്തുൽ അതീഖ് എന്നൊരു പേരുണ്ട്, ബൈത്തുൽ ഹറാ, അൽ ബലദുൽ അമീൻ, സുരക്ഷിതമായ നാട് എന്നൊരു പേരും കൂടെ ഉണ്ട്. മക്കൻ്റെ പേരാണ് അൽ ബലദുൽ അമീൻ, സമാധാന രാജ്യം എന്നത്. ഉമ്മുൽ ഖുറ എന്ന് പറയാറുണ്ട്, ഗ്രാമങ്ങളുടെ മാതാവ് എന്ന് പേരുണ്ട്. അർഷ് എന്ന് പേരുണ്ട്. അങ്ങനെ പല പേരുണ്ട്. ഖാദിസ് എന്ന് പേരുണ്ട്. ഖാദിസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായത് എന്ന്. ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ നിർമ്മിതിയാണ് എന്നതിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മിച്ചതാണ് എന്നതിനും അതിൽ ഒരുപാട് തെളിവുകളുണ്ട്. ഫീഹി ആയാത്തും ബയ്യിനാത്ത്, കഅബക്കകത്ത് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സൃഷ്ടിച്ചതാണ്, പടുത്തുയർത്തിയതാണ് എന്നതിന് അള്ളാഹു അവിടെ ഒരുപാട് തെളിവുകൾ. അതുപോലെ അള്ളാഹു അതിനെ ബഹുമാനിച്ചിട്ടുണ്ട്, മഹത്വപ്പെടുത്തിയിട്ടുണ്ട് എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. അതവിടെ ചെന്നാൽ തിരിയും. ഇനി അള്ളാഹിൻ്റെ ഭവനത്തിൻ്റെ മുന്നിലാണ്, അള്ളാഹിൻ്റെ ഹദറത്തിലാണ് നിൽക്കുന്നത് എന്ന് ജനങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അള്ളാഹിൻ്റെ ആൾക്കാരൊക്കെ അവിടെ എത്തിപ്പെടുന്നുണ്ടല്ലോ. എന്നിട്ട് അള്ളാഹു പറയാണ് ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്ന സ്ഥലവും അവിടെയുണ്ട്. നല്ല ഉയരത്തിലായിരുന്നു കഅബ നിർമ്മിച്ചിരുന്നത്. അപ്പോൾ അത് പടുക്കാൻ, കല്ലുകൾ ചേർത്ത് വെക്കാൻ കോണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബിയും കൂടിയാണ് ആ കഅബ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു കല്ലിൽ എന്ത് ചെയ്യും? കയറി നിൽക്കും.
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കയ്യിൽ മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം കല്ല് കൊടുക്കും. ആ കല്ലിങ്ങനെ ഉയരുകയാണ് ചെയ്യുക. ആ കല്ലിൻ്റെ സ്ഥാനം കാബയോട് ചേർത്തായിരുന്നു വെച്ചിരുന്നത്. കാബൻ്റെ ചുമരിനോട് ചേർത്ത് ഒട്ടിച്ചു വെച്ചിരുന്ന ആ കല്ല് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് നിസ്കരിക്കാനും മറ്റൊക്കെയുള്ള സൗകര്യത്തിന് വേണ്ടി കുറച്ച് കിഴക്ക് ഭാഗത്തേക്ക് നീക്കി ഇപ്പോൾ ഉള്ള ആ സ്ഥലത്തേക്ക് മാറ്റുകയാണ് ചെയ്തത്. കാരണം വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല, സൂറത്തുൽ ബഖറ 125 കാണാം. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല, കഅബ നിർമ്മിച്ച ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിന്ന കല്ലിനെ നിങ്ങൾ മുസല്ലയാക്കണം എന്ന്. ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം, ആ അത്ഭുതങ്ങളിൽപ്പെട്ടതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിന്ന ആ കല്ല്. ആ കല്ലിൽ ബഹുമാനപ്പെട്ടവരുടെ 2 കാൽപാദങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ചെരിപ്പൊന്നുടാതെ ബഹുമാനപ്പെട്ടവരുടെ കാൽപാദം വിരലുകളടക്കം അതിൽ പതിഞ്ഞ് കിടക്കുകയാണ്. എങ്ങനെയാണത്? പാറക്കല്ലിൽ കയറിയിട്ടുണ്ടെങ്കിൽ കല്ലിന് വിരൽ പതിയോ? ഇല്ലല്ലോ, പാറക്കല്ലാണല്ലോ. പക്ഷേ ബഹുമാനപ്പെട്ടവരോടുള്ള ബഹുമാനവും ആദരവും ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു അടയാളം നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്ന വിധത്തിൽ അള്ളാഹു തആല സംവിധാനിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, വമൻ ദഖലഹു കാന ആമിന, മക്ക ഹറമിൽ ഒരാൾ പ്രവേശിച്ചാൽ കാന ആമിനൻ, അയാൾ നിർഭയനായി, അയാൾ സുരക്ഷിതനായി തീരും. വമൻ ദഖലഹു കാന ആമിന, പഴയ കാലത്ത് ഇസ്ലാം വരുന്നതിന് മുമ്പ് തന്നെ ഒരാൾ കൊന്നാൽ പെട്ടെന്ന് ഹറമിലേക്ക് ഓടിക്കയറുക ചെയ്യാം. അയാളെ പിന്നാലെ കൂടും കൊലയാളിൻ്റെ മകൻ, കൊല്ലപ്പെട്ട വ്യക്തിയുടെ മകൻ പിന്നാലെ കൂടും. പക്ഷെ അയാൾ അതിവേഗം പോയിട്ട് ഹറമിലേക്കാണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് വരാൻ കാത്തു നിൽക്കുക എന്നല്ലാതെ ഹറമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അയാൾക്ക് നിർഭയമായി ഒന്നും ചെയ്യൂല. നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങടാ, എന്നെ കാണിച്ചു തരാ എന്ന് പോലും അന്നുപോലും പറയില്ല. വാപ്പാൻ്റെ കൊലയാളിയെ നേരെ കൺമുമ്പിൽ കണ്ടാൽ പോലും എടാ നീ പുറത്തേക്ക് വന്നാൽ ശരിയാക്കി തരാ എന്ന വാക്ക് പോലും പറയില്ല. അത്രയും സുരക്ഷിതമായിട്ട് ഇസ്ലാമിന് മുമ്പ് തന്നെ അള്ളാഹു തആല, അതങ്ങനെയാണ് നിയമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ആദ ബിൽ ബൈത്തി ആദഹുൽ ബൈത്ത്, ഒരാൾ കഅബയിൽ അഭയം പ്രാപിച്ചാൽ കഅബം അയാൾക്ക് അഭയം കൊടുക്കും. ആ ഹറമിൽ നിന്ന് പുറത്തിറങ്ങിയാലാണ് അതിന് അയാൾക്കെതിരെ നടപടി ഉണ്ടാവുക. ഇതാണ് ആയത്ത് വമൻ ദഖലഹു കാന ആമിനൻ. മറ്റൊരു തഫ്സീർ പ്രകാരം വമൻ ദഖലഹു, അവിടെ പ്രവേശിച്ചാൽ കാന ആമിന, അയാൾ നരകത്തെ തൊട്ട് നിർഭയനായി സുരക്ഷിതനായി എന്നാണ് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല തൻ്റെ തഫ്സീറിൽ ഉദ്ധരിച്ച മറ്റൊരു തഫ്സീർ. മൻ ദഖലൽ ബൈത ദഖല ഫീ ഹസന വഖറജ മിൻ സയ്യിഅ വഖറജ മഗ്ഫൂറൻ ലഹ്. പിന്നെ വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത്, ജനങ്ങൾക്ക് ബാധ്യതയാണ്, അള്ളാഹുവിന് നൽകേണ്ട ബാധ്യതയാണ് ഹിജ്ജുൽ ബൈത്തി, വിശുദ്ധമായ കഅബയെ ലക്ഷ്യം വെക്കുക എന്നത്. ഓരോ സത്യവിശ്വാസിയുടെയും മനസ്സിൽ കഅബം എന്ന ലക്ഷ്യം ഉണ്ടാവേണ്ടതാണ് എന്ന് ചുരുക്കം. പൈസ ഉണ്ടായാലും പൈസ ഇല്ലെങ്കിലും കഅബത്തിന് ചെല്ലണം, മക്കത്തേക്ക് പോകണം എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകണം. പക്ഷേ അത് കഅബം ഹജ്ജ് ചെയ്യലാർക്കാണ് നിർബന്ധം? മനിസ്തതാഅ ഇലൈഹി സബീല, അങ്ങോട്ട് പോകാൻ സാധിക്കുന്നവർക്ക്. വാത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ, സൂറത്തുൽ ബഖറയിലെ 196 ആയത്തിൽ കാണാം, നിങ്ങൾ ഹജ്ജും ഉംറയും പൂർണ്ണമാക്കി ചെയ്യണം, ലില്ലാ, അള്ളാഹുവിന് വേണ്ടി. ഹജ്ജും ഉംറയും ചെയ്യണം എന്നല്ലാതെ വാത്തിമു, സമ്പൂർണ്ണമായ രീതിയിൽ നിങ്ങൾ ഹജ്ജും ഉംറയും ചെയ്യണം, ലില്ലാ, അള്ളാഹുവിന് വേണ്ടി. എല്ലാ ഇബാദത്തും അള്ളാഹുക്ക് വേണ്ടി തന്നെയല്ലേ. ഇവിടെ ഇഖ്ലാസ് വളരെ നിർബന്ധമാണ്.
യാതൊരു നെയ്യത്തും പയക്കാൻ പാടില്ല. കാരണം ഒരൊറ്റല്ലേ നെയ്യത്തേക്കണുള്ളൂ. നിസ്കാരം മാതിരിയല്ലല്ലോ, നോമ്പ് മാതിരിയല്ലല്ലോ. വീണ്ടും നോമ്പ് വലിക്കുക, വീണ്ടും നിസ്കരിക്കുക. ഇതൊരൊറ്റ ഹജ്ജുള്ളൂ, ഒരൊറ്റ നെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഹജ്ജും ഉംറയും നിങ്ങൾ നിർവഹിക്കണമെന്ന് പറയാതെ അള്ളാഹ് പറഞ്ഞു വതിമ്മു, നിങ്ങൾ സമ്പൂർണ്ണമായി നിർവഹിക്കുക ഹജ്ജും ഉംറയും. അതാർക്ക് വേണ്ടി സമ്പൂർണ്ണമായി നിർവഹിക്കുക? ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയൊരു ഖുത്ബ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഖുത്ബയിൽ പറയുന്നുണ്ട്, അയ്യുഹന്നാസ്, മനുഷ്യന്മാരെ, ഖദ് ഫുരിള അലൈക്കുമുൽ ഹജ്ജു ഫഹുജ്ജു, നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യണം. അപ്പോൾ ഒരാൾ ചോദിച്ചു, കുല്ല ആമി യാ റസൂലല്ലാഹ്, എല്ലാ കൊല്ലവും വേണോ എന്ന് ചോദിച്ചു. നബി ഒന്നും പറഞ്ഞില്ല. അയാൾ വീണ്ടും ചോദിച്ചു, എല്ലാ കൊല്ലവും വേണോ, എല്ലാ കൊല്ലവും വേണോ, എല്ലാ കൊല്ലവും വേണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഈ അധിക ചോദ്യം വേണ്ട കേട്ടോ, അധിക ചോദ്യം വേണ്ട. ലൗ ഖുൽതു നഅം ലവജബത്, എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലവും വേണോ വേണോ എന്നിങ്ങനെ ചോദിച്ച് ഞാൻ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ കൊല്ലവും നിർബന്ധമായി മാറും. അതുകൊണ്ട് ഹജ്ജ് നിർബന്ധമാണ്, നിങ്ങൾ ഹജ്ജ് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദീകരണം ചോദിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ നിയമങ്ങൾ കുരുക്കുണ്ടാക്കരുത്, നിയമക്കുരുക്കുണ്ടാക്കരുത്. അപ്പോൾ ഞാൻ പറയുന്നില്ല. 3 വട്ടം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദറൂനി മാ തറക്തുക്കും ലോ ഖുൽതു നഅം ലവജബത് വലമസ്തതഅതു, എല്ലാ കൊല്ലവും വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കാതെ വരും. ദറൂനി മാ തറക്തുക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യം അവിടെ വെക്കുക, പിന്നെ നിങ്ങളധികം ചോദിക്കരുത്. ദറൂനി, പിന്നെ നിങ്ങൾ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിവാക്കി തരണം. ഫൈന്നമാ ഹലക മൻ കാന ഖബ്ലകും ബികസ്റതി സുആലിഹിം വഖ്തിലാഫിഹിം അലാ അംബിയാഇഹിം, നിങ്ങളുടെ മുൻഗാമികളിൽ നിന്ന് പലരും നശിച്ചു പോയത് ബികസ്റതി സുആലിഹിം, അധിക ചോദ്യങ്ങളെ കൊണ്ടും, വഖ്തിലാഫിഹിം അലാ അംബിയാഇഹിം, അംബിയാക്കൾക്ക് എതിരെ അവർ പല അഭിപ്രായങ്ങളും പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ്, അഭിപ്രായ വ്യത്യാസമായത് കൊണ്ടാണ് എന്ന് വഇദാ അമർതുക്കും ബിശൈഇൻ ഫഅതു മിൻഹു മസ്തതഅതും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വല്ലതും ചെയ്യാൻ കൽപ്പിച്ചാൽ നിങ്ങൾ സാധിക്കുന്നത് ചെയ്യുക. അതെല്ലാവർക്കും ഓരോരുത്തർ ചോദ്യം ചോദിച്ചാൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അത് നിങ്ങൾക്ക് ചെയ്യണമെന്ന് കൽപ്പിച്ചാൽ സാധ്യമാവുന്ന ചെയ്യാം. വഇദാ നഹൈതുക്കും അൻ ശൈഇൻ ഫദഉ, പക്ഷെ ഒരു കാര്യം വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ അത് ഫുള്ളായിട്ട് ഒഴിവാക്കുക. അത് സാധിക്കുന്നത് ഒഴിവാക്കുക എന്നല്ല, ഒരു കാര്യം ഒഴിവാക്കാൻ പറഞ്ഞാൽ പിന്നെ സാധിക്കുന്നത് ഒഴിവാക്കുക അങ്ങനല്ല, അത് ഫദഉ, സമ്പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റണ മാതിരി ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനോടുള്ള വല്ലാത്ത ഒരു സ്നേഹവും കാരുണ്യവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറുപടി പറയുകയാണ്. ചോദിച്ച സഹാബിൻ്റെ പേര് ഹഖറ ബിൻ ഹാബിസ് എന്നാണ്. ഒരു ഗ്രാമീണനാണ്. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഒരു സഹാബാക്കളെ കൂട്ടത്തിൽ വല്ലാത്ത കഴിവുള്ള ഒരാളായിരുന്നു. അവർ ശാരീരികമായിട്ട് ഒരുപാട് യുദ്ധങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ ഉണ്ട്. അപ്പോൾ നമ്മളെ ഇഹ്റാമുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോവുകയാണ്. ഇഹ്റാമിൽ തൽബിയത്ത് പറഞ്ഞു. 2 സമയത്താണ് തൽബിയത്ത് ഇല്ലാത്തത്, തവാഫിൻ്റെ സമയത്തും സായിൻ്റെ സമയത്ത്. ചിലപ്പോൾ ചില മദ്ഹബുകാരൊക്കെ ആ സമയത്ത് തൽബിയത്ത് ചെല്ലും, അതുകൊണ്ട് നമ്മൾ ചെയ്യണമെന്നില്ല. ചില മദ്ഹബുകാരൊക്കെ ആ സമയത്ത് തൽബിയത്ത് ചെയ്യുന്നവരുണ്ട്. അപ്പം അല്ല, കുറേ 4 മദ്ഹബുകാർ അവിടെ ഉണ്ടാകും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷാഫിഈ മദ്ഹബ് അനുസരിച്ചാണല്ലോ പോണത്. ഇന്തോനേഷ്യക്കാരും മലേഷ്യക്കാരും അങ്ങനെ കുറേ രാജ്യക്കാരൊക്കെ ഷാഫിഈ മദ്ഹബുകാരായിരിക്കും. സിറിയയിലെ കുറേ ആൾക്കാരും മിസ്രിലെ ഈജിപ്തിലെ കുറേ ആൾക്കാരും. അപ്പോൾ അവരനുസരിച്ച് പോകും. ഹനഫി മദ്ഹബുകാർ ഹനഫി മദ്ഹബ് അനുസരിച്ച് പോകും. എല്ലാത്തിലും ഖൈറുണ്ട്, എല്ലാത്തിലും മഹത്വമുണ്ട്, ശ്രേഷ്ഠത ഉണ്ട്, പൂർണ്ണത ഉണ്ട്. തൽബിയത്ത് ചെല്ലുമ്പോൾ ഇമാം
ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തുന്നു, തൽബിയത്ത് ഉറക്കനെയാണ് ചെല്ലേണ്ടത്. തൽബിയത്ത് കഴിഞ്ഞിട്ടുള്ള സ്വലാത്തും ദുആവും അത്ര ഉറക്കനെ വേണ്ട, അത് പതുക്കെ മതി എന്നുള്ളതാണ്. അത്ര ഉറക്കെ വേണ്ട, കുറച്ചൊക്കെ സ്വലാത്ത് എപ്പോഴും ഉറക്കനെ ചെല്ലൊരു സുന്നത്താന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നല്ലോ. പക്ഷേ തൽബിയത്തിൻ്റെ അത്ര ശബ്ദം സ്വലാത്തിന് വേണ്ട. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. എല്ലാവരും കാണാതെ പഠിച്ചിട്ട് അർത്ഥസഹിതം എല്ലാവരും കടലാസിൽ എഴുതി വെച്ചിട്ട് അതിൻ്റെ അർത്ഥമൊക്കെ പഠിക്കണം. കാരണം മലയാളത്തിൽ ചെല്ലിയാലും മതി. അപ്പോൾ അർത്ഥം അറിയണമെങ്കിൽ പിന്നെ അറബി തന്നെ ചെല്ലാലോ. അറബി ചെല്ലുമ്പോൾ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉച്ചരിച്ച അതേ പദം തന്നെ നമുക്ക് ഉച്ചരിക്കാൻ പറ്റുമല്ലോ. മലയാളത്തിലാവുമ്പോൾ പിന്നെ അതിൻ്റെ ആശയമല്ലേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ അല്ലാഹു തആലാൻ്റെ പൊരുത്തം, സ്വർഗം ചോദിക്കുക, നരകത്തിനൊരു കാവലിനെ തേടുക. ഇതും എല്ലാ തൽബിയത്ത് 3 വട്ടം ചൊല്ലിയതിന് ശേഷം ചെയ്യൽ സുന്നത്ത് ആകുന്നു. അള്ളാഹിൻ്റെ പൊരുത്താണല്ലോ നമുക്ക് വേണ്ടത്. നമ്മളെ യജമാനായ റഹ്മാനായ തമ്പുരാൻ്റെ പൊരുത്താണ് വേണ്ടത്. അതുപോലെ എന്നോടൊന്ന് ഇതിനു മുമ്പൊരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ സ്ത്രീകളൊക്കെ പുരുഷന്മാരായാലും സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ബന്ധപ്പെടൽ ഇഹ്റാം ചെയ്ത ആൾക്കാർക്ക് പറ്റൂല, അതൊക്കെ ഉണ്ടാവുമോ എന്നൊരാളിങ്ങനെ ചോദിച്ചു. നമ്മളിങ്ങനെ സംശയം ഇങ്ങനെ ചോദിച്ചിരുന്നു. അങ്ങനെ ഉണ്ടായൊരു സംഭവം നാളെ ഒരാളെന്നോട് പറഞ്ഞു, എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ട്. ഭാര്യ ഉംറക്ക് വന്നായിരുന്നു, അയാൾ ജിദ്ദയിലോ ഇവിടെ ഉണ്ടായിരുന്നു. ഭാര്യ വന്നപ്പോൾ മക്കത്തേക്ക് വന്നു. അപ്പം എന്തായി, സംഭവം നടന്നു. ഇഹ്റാം തഹല്ലുലാകുന്നതിന് മുമ്പ് തന്നെ ഒരു റൂമിലേക്ക് ചെന്നു. ഹജ്ജാട് ഉംറാട് പാസ് ഇതാവും. പിന്നെ ബദനത്ത് കൊടുക്കണം, ഒരൊട്ടകത്തിന് ദാനം ചെയ്യണം. അങ്ങനെയുള്ള കുറേ നിയമങ്ങളൊക്കെ ഉലമാകളുണ്ട്. എല്ലാം കൂടെ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന വിഷയമായതുകൊണ്ട് അങ്ങനെ സംഭവം ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. അങ്ങനെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഭയങ്കര നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. വൻദോഷങ്ങളിൽപ്പെട്ടതാണ്. ബദനത്താണ് കൊടുക്കേണ്ടത്, ആട് മതിയാവില്ല. ബദനത്ത് ഒട്ടകം, അതൊക്കെ പൂർത്തിയാക്കും വേണം. പിന്നെ അത് ഖളാ വീട്ടും വേണം. ഹജ്ജൊക്കെ ഖളാ വീട്ടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഇമാം ഇബ്നു ഹജർ നബി ഇമാം രേഖപ്പെടുത്തുന്നു, വലാ ബഅസ ബിൽ ഫസ്തി ഇദാ ലം യഖ്തഅ വലഹു ഹഖ്ഖു ശഅരിഹി ബി അദ്ഫാരിഹി. അവന് നഖങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുക, തല വേണമെങ്കിൽ ചൊറിയാം. തല ചൊറിയുന്നതിന് കുഴപ്പമൊന്നുമില്ല. അലാ വജിഹിൻ ലാ യന്തിഫു ഷാറൻ. പക്ഷെ തലമുടി പോരാത്ത വിധത്തിലാണ് തല ചൊറിയേണ്ടത്. തലയിൽ മാന്തൂലേ ആണും പെണ്ണൊക്കെ ആകുമ്പോൾ. അപ്പോൾ ശരിക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ തലക്ക് ചൊറിച്ചിലൊക്കെ വരുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, പേനോ മറ്റേതോ മറിച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി നല്ലോണം വൃത്തിയാക്കി, ഈരൊക്കെ ഉണ്ടാവില്ല, ഈര് അവിടെ മക്കയിലെത്തുമ്പോഴത്തേന് പേനായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതിനു മുമ്പ് തലയൊക്കെ നല്ലോണം വൃത്തിയാക്കിയിട്ട് വേണം പോകാൻ. അതുപോലെ തലയിൽ താരനും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലോണം മാന്തും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. വൽ മുസ്തഹബ് അല്ല യഫ്അല. അതുകൊണ്ട് തന്നെ തലയിൽ മാന്താതിരിക്കലാണ് സുന്നത്ത്. ഫലോ ഹക്ക റഅ്സഹു ലഹിയതഹു ഫസഖത ബിഹഖിഹി ഷാറാത്തുൻ ഷാറത്തു ലസിമതുഹുൽ ഫിദിയത്തു. അപ്പോൾ ഒരാൾ തലയിൽ മാന്തി, അല്ലെങ്കിൽ താടിമലൊക്കെ അങ്ങനെ കളിക്കുന്ന ആൾക്കാരുണ്ടാവും. ഓരോരുത്തർ ഓരോ കൈ വെറുതെക്കാത്ത ആൾക്കാരുണ്ടാവും. ഓരോ കൈ ഒന്നൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടി വരും. അപ്പം ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ താടിക്ക് ഇങ്ങനെ മാന്തും പുരുഷന്മാർ. പ്രത്യേകിച്ചും കൂടുതൽ താടി രോമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ തലയിൽ ഇങ്ങനെ മാന്തും. അങ്ങനെ മാന്തി അപ്പോൾ സഖത്ത ഹക്കിഹി, മാന്തിയത് കാരണത്താൽ താഴെ വീണാൽ ഷാറാത്തുൻ മുടി, കുറേ മുടിയോ അല്ലെങ്കിൽ ഒരു മുടിയോ വീണാൽ ലസിമത്തു ഹുൽഫിയത്തു, ആടിനെ അറുത്തിട്ട് ദാനം ചെയ്യാൻ നിർബന്ധമാകും. അപ്പോൾ ഒരാൾക്ക് സംശയിച്ചു, അത് മാന്തിയത് കൊണ്ടാണോ വീണത്, അല്ല വെറുതെ വീണു പോകുന്നതാണോ എന്ന് സംശയിക്കുകയാണെങ്കിൽ അപ്പോൾ ആടിനെ കൊടുക്കണ്ട. അപ്പോൾ പിന്നെ ഏതാ നല്ലത്, മാന്താതിരിക്കുക. മാന്തി ഒക്കെ ശ്രദ്ധിക്കണം എന്നർത്ഥം.
ജവാസില്ല. അടുത്തൊന്ന് വലഹു ഇനഹിയൽ ഖംല അൻ ബദനിഹി വ സിയാബിഹി. അതേസമയത്തിന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പേനൊക്കെ അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് നീക്കം ചെയ്യാം. മാത്രമല്ല വലാ ഖത്ലുഹു വലാ ഷൈ അലൈഹി വൽ ഇസ്തഹബുൽ മുഹ്രിമ ഖത്ലുഹു കമാ ഇസ്തഹബുൽ ഗൈരിഹി. പേന് കിട്ടിയാൽ കൊല്ലും ചെയ്യാം. നമ്മൾ വേട്ടയാടാൻ പാടില്ല, മറ്റ് ജീവികളെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ. പേന് കൊല്ലൽ സുന്നത്താണല്ലോ. മുഹരിമിനും സുന്നത്താണ്, മുഹരിമല്ലാത്ത ആൾക്കാർക്കും സുന്നത്താണ്. നമ്മൾ പേനൊക്കെ കിട്ടിയിട്ട് അല്ലോ ഇത് വല്ലാത്തൊരു ജീവിയാണ്, ഇത് ജീവിച്ചോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ എന്താക്കേണ്ടതില്ല, അതിനോട് വലിയ കാരുണ്യം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ അവകാശമാണ് നമ്മളെ തലയിൽ കയറിയിട്ട് ചോര പിടിക്കലും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. തലയിൽ കയറി ഉപദ്രവം വെക്കുമ്പോൾ അതിനെ പിടിച്ചിട്ട് കൊല്ലുക എന്നുള്ളത് നമ്മളെ അവകാശമാണ്. രണ്ടും കൂടി നടക്കട്ടെ. കാരണം അത് തലയിലതിന് ജീവിക്കാൻ കഴിയുള്ളൂ, മുടിയിലോടത്തതിന് ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളെ തലയിൽ നിന്ന് ഇറങ്ങിയാൽ അത് വേറെ എവിടെയെങ്കിലും തലയിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെയാണ് കൊല്ലൽ സുന്നത്താണ്. കമാ ഇസ്തഹബുൽ ഗൈരിഹി. മുഹരിമല്ലാത്ത ആൾക്ക് കൊല്ലൽ സുന്നത്തായതുപോലെ തന്നെ മുഹരിമിനും കൊല്ലൽ സുന്നത്താണ്. തലേന്ന് മുടിയെടുത്താൽ, തലേന്ന് പേനെടുത്താൽ നിലത്തേക്ക് ഇടരുത്, കളയരുത്. അതങ്ങനെ നഖത്തുമായിട്ടിട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇട്ടിട്ട് അതിന് പൊട്ടിക്കൽ സുന്നത്താണ്. എന്തിനാ വെറുതെ സുന്നത്ത് കളയണേ? കണ്ണാടി നോക്കാൻ പറ്റുമോ? വരായിക്രഹുലിൽ മുഹരിമത്തെ നദുറു ഫിൽ മിർആത്തി. കണ്ണാടി നോക്കൽ കറാഹത്തൊന്നുമില്ല. ചില പണ്ഡിതന്മാരെന്തായിട്ടുണ്ട്, കണ്ണാടി നോക്കലും കറാഹത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രബലമായ അഭിപ്രായത്തിൽ കറാഹത്തൊന്നുമില്ല. മൊത്തത്തിൽ ചമയാനും വേണ്ടിയും ഉസാറാകാൻ വേണ്ടിയാണല്ലോ ഈ കണ്ണാടിയിലൊക്കെ നോക്കണത്. ചമയുക എന്നുള്ള പരിപാടി ആർക്കില്ല? മുഹരിമിന് ഇല്ല. അയാൾ സമ്പൂർണമായിട്ടും ചടച്ച് ഒരു യാത്രക്കാരനെ പോലെ അത്രയും എണ്ണയിടാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊക്കെ മനസ്സിലാവും. നമുക്കതൊന്നും മനസ്സിലാവില്ല എണ്ണയിടാൻ പാടില്ല എന്ന് പറയുമ്പോൾ. ഈ പഴയ കാലത്തായി മരുഭൂമിയിലൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണ്. തലയിൽ എണ്ണ ഇടൂല. എത്ര ദിവസമാവും മക്കത്തെത്താൻ? എത്ര ദിവസമാവും? ഇപ്പൊക്കെ ഒന്നുമില്ലല്ലോ, നല്ല എ സിയിലാണല്ലോ ഫുൾ ടൈം ഉള്ളത്. എ സി എന്ന് പറയുന്നൊരു സാധനം അവർക്ക് സ്വപ്നം കാണാൻ പറ്റിയിരുന്നില്ല. അവർ തണുപ്പാണെങ്കിൽ കൊടും തണുപ്പ്, ചൂടാണെങ്കിൽ കൊടും ചൂട്, മരുഭൂമിയിലൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണ് ചെയ്യുക. കടം വാങ്ങി ഹജ്ജിന് പോകാൻ പറ്റുമോ, ഉംറക്ക് പോകാൻ പറ്റുമോ എന്നൊരു സംശയം ഒരാൾ ഇന്നുണ്ടായിരുന്നു. ഇന്നലെ ഒരു ഉംറക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ വീട്ടിൽ യാദൃശികമായിട്ട് ഇങ്ങനെ പോവുകയുണ്ടായി. അൽഹംദുലില്ലാഹ് വയനാട്ടിൽ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഈ ഹജ്ജ് യാത്രയൊക്കെ പഴയ കാലത്ത് ഞാൻ വയനാട്ടിൽ ജോലി ചെയ്ത ആളാണ്, വെങ്ങപ്പള്ളി ഷംസുലമ അക്കാഡമിയിൽ. അപ്പോൾ അവിടെ ഒരാളെ കണ്ടിരുന്നു, ഒരു വയസ്സായ ഒരാളെ അന്ന്. അപ്പോൾ അയാൾ ഇവിടെ മലപ്പുറം, ഇവിടെ കാവനൂർ ഭാഗത്തുള്ള ആളാണ്. ചെറുപ്പത്തിലൊക്കെ നടക്കുക ചെയ്യാന്ന് പറഞ്ഞു. നടന്നാൽ സുബൈക്ക് നടന്നാൽ പിന്നെ ഒരു ബഹുർ സമയമൊക്കെ ആകുമ്പോഴേക്ക് അടിവാരത്തും. കാട്ടിലൂടെ നടക്കുക ചെയ്യുക. ശരിക്കും ഹജ്ജ് യാത്രൻ്റെ മാതിരിയാണ്. വന്യമൃഗങ്ങളും മറ്റുമൊക്കെ ഉള്ള കാട്ടിലൂടെ നടക്കുകയാണ്. അങ്ങനെ ഉച്ചയാകുമ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ കഴിയില്ല. പിന്നെ അവിടെ കുടുംബക്കാരോ മറ്റുമൊക്കെ ഉണ്ട്, അവിടെ താമസിക്കും. പിന്നെ പിറ്റേന്ന് രാവിലെ എന്ത് ചെയ്യുക, ഇവിടെ മലപ്പുറം ഇല്ല 85 കിലോമീറ്ററേ ഉള്ളൂ, 85, 90, 95 കിലോമീറ്ററേ ഉള്ളൂ. ഊടുവഴികളിലൂടെ, ഇടവഴികളിലൂടെ സഞ്ചരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ എന്താ 2 മണിക്കൂർ കൊണ്ട് നമുക്ക് വയനാട്ടിൽ നിന്ന് വീട്ടിലേക്ക് എത്താൻ പറ്റും. അല്ല എ സി തന്നെ പോകാൻ പറ്റും. ആ കാലഘട്ടത്തിലെ വയനാട്ടിൽ നിന്ന് അന്നായിരുന്നല്ലോ കുടിയേറ്റം നടന്നിരുന്നത്. വയനാട്ടിലുള്ള മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ആദിവാസികളാണ്. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല, വയനാട് എന്ന് പറയുമ്പോൾ. അപ്പോൾ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ജില്ലൻ്റെ മുകളിലാണ്, മലൻ്റെ മുകളിലാണ്, ഹിൽ ടോപ്പിലാണ് വയനാടുള്ളത്. അവിടെയുള്ള എല്ലാ മനുഷ്യന്മാരും കുടിയേറ്റക്കാരാണ്. ഒന്നുകിൽ മലപ്പുറത്ത് നിന്ന് കയറി, അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് കയറി,
മാനന്തവാടി വഴി അങ്ങോട്ട് കയറിയ ആൾക്കാരൊക്കെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ഭാഗത്തു നിന്ന് കയറിയ ആൾക്കാരായിരിക്കും, കുറ്റ്യാടി ചുരം വഴി. അതേസമയത്ത് മലപ്പുറത്ത് നിന്ന് കയറിയ ആൾക്കാരൊക്കെ അടിവാരം, താമരശ്ശേരി വഴി കയറിയ ആൾക്കാർ അന്ന് നടന്നു പോവുക ചെയ്യുക. അപൂർവമായിട്ടൊക്കെ ബസ് ഉണ്ടാവും, പക്ഷെ അത് സൗകര്യം നമുക്ക് അറിയാലോ. ഇപ്പോൾ അവരെ പരമ്പരക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ അന്നത്തെ സഞ്ചാരം അങ്ങനെയാണ്. അതാണെങ്കിൽ ആ കാബയിലേക്കുള്ള, മക്കയിലേക്കുള്ള യാത്ര അങ്ങനെ ഉണ്ടാവും. വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ഏതായാലും അവർ ചെയ്ത ഹജ്ജിൻ്റെ 100% നമുക്ക് കഷ്ടപ്പാടില്ലാത്തതുകൊണ്ട് കൂലി കുറയും. അപ്പോൾ അതിന് പകരം ഇബാദത്ത് എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അതിന് പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. ബാക്കി എല്ലാ സുഖ സൗകര്യങ്ങളും മാറ്റി വെച്ച് എന്ത് ചെയ്യുക, ഇപ്പോഴേ തുടങ്ങുക. കാരണം അവരെ ഹജ്ജ് എന്ന് പറയുന്നത് 3 മാസമൊക്കെ ആയിരുന്നു ചുരുങ്ങിയത്. 11 ദിവസം കപ്പലിൽ സഞ്ചരിക്കണം, തിരിച്ചിങ്ങോട്ടും 11 ദിവസം സഞ്ചരിക്കണം, പിന്നെ 3 മാസത്തെ യാത്രയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളെ APJ അബൂബക്കർ ഉസ്താദില്ലേ, കാന്തപുരം ഉസ്താദിൻ്റെ വിശ്വാസപൂർവ്വം എന്നുള്ളൊരു പുസ്തകം വായിച്ചിരുന്നു. അപ്പോൾ വെറുതെ എവിടുന്നോ കണ്ടപ്പോൾ വായിച്ചതാണ്. 10-50ഓളം പേജ് ദീർഘമായ പേജുകൾ മുമ്പേ യാത്രയെ കുറിച്ചാണ്, കപ്പൽ യാത്രയെക്കുറിച്ച്. 3 മാസമാണ് മൊത്തം എടുക്കുക. ഇവിടെ നിന്ന് കോഴിക്കോടെത്തി, ബോംബെക്കെത്തി, ട്രെയിനിൽ പോയി ബോംബെക്കെത്തി, അവിടെ കടലാസും റെക്കോർഡൊക്കെ ശരിയാക്കാൻ രണ്ടാഴ്ച, പിന്നെ ഒരു 11 ദിവസത്തെ കപ്പൽ യാത്ര, പിന്നെ അത് കഴിഞ്ഞിട്ട് ജിദ്ദയിൽ അവിടെ കുറേ ദിവസം, അല്ലെങ്കിൽ ഇങ്ങോട്ട് അവിടെ നിന്ന് അവിടുത്തെ മുത്തവീഫിനൊക്കെ ശരിയാക്കി, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മക്കയ്ക്ക്, അങ്ങനെയുള്ള അവിടെ 45 ദിവസം തിരിച്ചു, അങ്ങനെ ഒരു 3 മാസത്തെ യാത്രയാണ്. അപ്പോൾ അതിന് മുമ്പ് എങ്ങനെ ആയിരിക്കും? അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴേ അവരൊക്കെ 3 മാസം ഹജ്ജിലാണ്, നമ്മൾ 40 ദിവസം. 40 ദിവസം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഷോർട്ടാക്കുകയാണ്, 20 ദിവസമാക്കി മാറ്റിയിട്ടുണ്ട്, ഇനി ഒരാഴ്ചയാവും ചിലപ്പോൾ. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, പരമാവധി ഒക്കെ പകരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. സമയം കഴിഞ്ഞിട്ടുണ്ട്. ഈ അനാവശ്യമായിട്ടുള്ള യൂട്യൂബും അനാവശ്യമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഒന്ന് അർച്ചീവ് ചെയ്തേക്കുക, ഹൈഡ് ചെയ്തേക്കുക. ആവശ്യമുള്ളതും ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്നത് മാത്രം കേൾക്കുക, കാണുക. അത് ഉപകാരപ്പെടുന്നതാണോ അല്ലേ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. അങ്ങനെ പരമാവധി ഖുർആനോത്തൊക്കെ വർദ്ധിപ്പിച്ച് അങ്ങനെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്.